എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ സ്ക്രീനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് ആ ഡീറ്റെയിൽ സ്ക്രീൻ ഡിസൈൻ ചെയ്യുമ്പോൾ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസോൾ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ API കോൾ ലിമിറ്റഡ് ആയ കാരണം നമ്മൾ സ്റ്റോറേജ് ഗ്ലോബൽ വേരിയബിളിന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ നമുക്കൊരു കോപ്പി സ്റ്റേറ്റ്മെൻറ്റ് കൺസോൾ ഡോട്ട് ലോഗിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒബ്ജക്റ്റ് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവും. അപ്പോൾ നമ്മൾ VS കോഡിൽ പോയിട്ടൊന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു JSON ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത API കോൾ നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുകയാണ്. അതിൽ നമുക്കൊരു സ്റ്റേറ്റ് വേരിയബിൾ വേണം, നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് ഹുക്ക് വെച്ചിട്ട് സെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാമ്പിൾ ഡീറ്റെയിൽസ് .json ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഡീറ്റെയിൽ സ്ക്രീനിൻ്റെ ഡിസൈനിൽ 4 സെക്ഷനാണ്. ഒന്ന് ഹെഡർ, സമ്മറി, പിന്നെ ഇൻഗ്രീഡിയൻസ്, പിന്നെ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതിൽ ഹെഡർ സെക്ഷൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഹെഡറിൽ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു ഇമേജും റെസിപ്പിയുടെ ഒരു ഇമേജും ടൈറ്റിലാണ്. അപ്പോൾ അതിന് വേണ്ടി അതൊരു ടിപ്പ് ടാഗ് ഉണ്ടാക്കുക. എന്നിട്ട് അതിന് നമ്മൾ പിൻലൈൻ സ്റ്റൈലാണ് കൊടുക്കുക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അത് നമുക്ക് വേണ്ടത് ആ റെസിപ്പിയുടെ ഇമേജാണ്. അപ്പോൾ അത് URL ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ലിറ്ററിൽ വെച്ചിട്ട് ഡീറ്റെയിൽസ് ഡോട്ട്, ഇപ്പോൾ നമ്മൾ ആ JSONൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമേജ്, ഈ ഒരു URL ആണ് നമുക്കവിടെ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുക്കാം. അതിനുശേഷം ആ ഇമേജ് സ്കെയിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഫിറ്റ് നമുക്കൊരു കവർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു സ്പാൻ ടാഗ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ഡീറ്റെയിൽസ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ അത് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കുറച്ച് സ്റ്റൈലിങ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെസിപ്പി ഡീറ്റെയിൽസിനൊന്ന് ഫോണ്ട് സെറ്റ് ചെയ്യാം. ഫോണ്ട് ഫാമിലി റോബോട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് റെസിപ്പി ടൈറ്റിൽ ഞാനൊരു CSS എഴുതാം. ആദ്യം കളർ വൈറ്റ് കൊടുക്കാം, പിന്നെ അതിന് ശേഷം ഒരു പാഡിങ് 10 പിക്സൽ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ട്രാൻസ്പാരൻറ്റ് ഡാർക്ക് ബ്ലാക്ക് കളറ്, പിന്നെ ഫോണ്ട് സൈസ് സ്മോള് 1.5 REM നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. ക്ലാസ് നെയിം ഈക്വൽ ടു സ്റ്റൈൽ. അപ്പോൾ അത് മുകളിലാണ് വന്നിട്ടുള്ളത്, നമുക്ക് താഴെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് CSSൽ കുറച്ച് മാറ്റം വരുത്താം. അപ്പോൾ ആദ്യം തന്നെ ആ ടോപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ പൊസിഷൻ റിലേറ്റീവ് ആക്കുക. അതിനുശേഷം റെസിപ്പി ടൈറ്റിൽ നമുക്ക് പൊസിഷൻ ആബ്സല്യൂട്ട് കൊടുക്കാം. എന്നിട്ട് ബോട്ടം 0, ലെഫ്റ്റ് 0, റൈറ്റ് 0. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കൊരു ടൈറ്റിൽ അവിടെ വരും. അപ്പോൾ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ നമ്മുടെ ഇമേജിൻ്റെ ബാക്കിലായി പോയി. അപ്പോൾ റെസിപ്പി ഡീറ്റെയിൽസ് ക്ലോസിന് നമുക്കൊരു സെറ്റ് ഇൻഡെക്സ് സെറ്റ് ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാം. ഇപ്പോൾ സെറ്റ് ഇൻഡെക്സ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ് ബട്ടൺ ഇമേജിൻ്റെ ഫ്രണ്ടിൽ വരും. ഇനി സമ്മറി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം റെസിപ്പി ഡീറ്റെയിൽസിൽ നമുക്ക് ആ സമ്മറി സെക്ഷനിൽ നമുക്കൊരു P ടാഗ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ JSONൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൽ HTML ടാഗും കൂടിയും ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോൾഡ് ടാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു HTML ഒരു ടാഗായിട്ടാണ് വരുന്നത്, ഒരു കണ്ടൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സെയിം ആസ് HTML ആയിട്ട് തന്നെ നമുക്ക് അവിടെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിയാക്റ്റിൽ ഡേഞ്ചറസ്ലി സെറ്റ് ഇന്നർ HTML എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ HTML എന്ന് പറഞ്ഞതായിട്ട് നമുക്കിതിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ വരുന്ന HTML അതേപടി തന്നെ ഈ ഒരു P ടാഗിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ആവും. ഡീറ്റെയിൽസ് ഡോട്ട് സമ്മറി. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമ്മറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനെ കുറച്ച് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ റെസിപ്പി സമ്മറി എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഉണ്ടാക്കി അതിൽ ഫോണ്ട് സൈസ് ഒരു സ്മോൾ കൊടുക്കാം.
പിന്നെ പാഡിങ് 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോപ്പി എടുത്തിട്ട് നമുക്കതൊന്ന് അപ്ലൈ ചെയ്യാം. ക്ലാസ് നെയിം ഈക്വൽ ടു റെസിപ്പി സമ്മറി. അപ്പോൾ കറക്റ്റ് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സമ്മറി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ഉണ്ടാക്കുക, ingredients.js. അപ്പോൾ അതൊരു റിയാക്ട് കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത് ആ കമ്പോണൻറ്റിൻ്റെ പേര് ഇൻഗ്രീഡിയൻസ് എന്നുള്ളൊരു കമ്പോണൻ്റ് ആണ്. അതിപ്പോൾ തൽക്കാലം നമുക്കൊരു div ടാഗ് റിട്ടേൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനെ നമ്മൾ റെസിപ്പി ഡീറ്റെയിൽസിൽ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ജേസണിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് എക്സ്റ്റെൻഡഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞൊരു അറേ ആയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് അറേ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് പ്രോപ്പർട്ടി ആയിട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഡോട്ട് എക്സ്റ്റെൻഡഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൽ പോയിട്ട് അപ്പോൾ അത് പ്രോപ്സിലാണ് വരുന്നത്. അപ്പോൾ അതിനെ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു നെയിം കാണുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് മാപ്പ് ചെയ്തിട്ട് ഓരോ ഇൻഗ്രീഡിയൻറ്റും എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നെയിം ഒന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഫ്രണ്ട് എൻഡിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ingredient_ingredient.name. ഓക്കെ, ചില സമയത്ത് ആ ഇൻഗ്രീഡിയൻറ്റ് അൺഡിഫൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഓർ കണ്ടീഷൻ ഇട്ടിട്ട് ഒരു empty array പാസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്, അതിൻ്റെ നെയിംസ് വരുന്നുണ്ട്. പിന്നെ അതിനെ നമുക്ക് ബേസിക്കലി ഗുഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു പുതിയൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ഇമേജ് കാണിക്കണം. അപ്പോൾ SRC എന്ന് പറഞ്ഞത് അത് നമ്മൾ ആ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സ്പുനാക്കുലറിൽ ഈ ഒരു URL പ്ലസ് ഇമേജ് നെയിം. അപ്പോൾ നമ്മളത് എടുത്തു. അപ്പോൾ നമുക്കിവിടെ എക്യുപ്മെൻ്റ് അല്ല വേണ്ടത്, ഇൻഗ്രീഡിയൻസ് എന്നാണ്. ഇൻഗ്രീഡിയൻസ് അണ്ടർസ്കോർ സൈസ് നമ്മൾ 100x100. അതിൽ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമുക്കത് അവിടെ നിന്നൊരു പ്രോപ്സ് ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. പ്രോപ്സ് ഡോട്ട് ഇൻഗ്രീഡിയൻറ്റ് ഡോട്ട് ഇമേജ്. അപ്പോൾ ഈ ഒരു പ്രോപ്സിനെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൽ നിന്ന് വിളിക്കണം. ഇത് ഇൻഗ്രീഡിയൻറ്റ്, അപ്പോൾ അതിൽ പ്രോപ്സ് ആയിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻറ്റ് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഇമേജസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റ് റാപ്പർ, നമ്മൾ കാർഡ് റാപ്പർ ചെയ്ത പോലെ തന്നെ സെയിം അപ്രോച്ച് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഡിസ്പ്ലേ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളം, റിപ്പീറ്റ് ഓട്ടോ ഫിറ്റ്, മിൻ മാക്സ് 200 പിക്സൽ ഇടുക, പിന്നെ 1FR. അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റൈൽ ഇവിടെ അപ്ലൈ ചെയ്യാം. ക്ലാസ് നെയിം ഈക്വൽ ടു ഇൻഗ്രീഡിയൻറ്റ് റാപ്പർ. ഓക്കെ, അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഇൻഗ്രീഡിയൻ്റ് ഒപ്പം തന്നെ അതിൻ്റെ നെയിമും കൂടിയും കാണിക്കണം. അപ്പോൾ ഒരു പുതിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് കൊടുക്കുന്നത്, കാരണം നമുക്ക് ഒരു സൈഡിൽ ഇമേജും റൈറ്റ് സൈഡിൽ അതിൻ്റെ നെയിമുമാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൻ്റെ div ടാഗിലേക്ക് അപ്ലൈ ചെയ്തു. ഇനി ആ ഇമേജ് ഇത്തിരി സൈസായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമേജിനൊരു സ്റ്റൈൽ അപ്ലൈ ആണ്. വിഡ്ത്ത് ഒരു 50 പിക്സൽ, ഹൈറ്റ് 50 പിക്സൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കെയിലിംഗ് ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഫിറ്റ് സ്കെയിൽ ഡൗൺ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ഇമേജസ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇമേജിൻ്റെ പേരും കൂടിയും റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പാൻ ടാഗ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ പ്രോപ്സ് ഡോട്ട് ഇൻഗ്രീഡിയൻറ്റ് ഡോട്ട് നെയിം. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റിൻ്റെ നെയിം റൈറ്റ് ഹാൻഡ് സൈഡിൽ വരും. അപ്പോൾ ആ സ്പാൻ ടാഗിനും നമുക്ക് ഒന്ന് സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഭംഗിയാക്കാം.
ഫോണ്ട് സൈസ് സ്മോൾ കൊടുത്തു. പാഡിങ് ഒരു 10 പിക്സൽ, ലെഫ്റ്റ് പാഡിങ് 10 പിക്സൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആ മെയിൻ ഇമേജസ് ഉള്ളതിനും പാഡിങ് ഒന്ന് ലെഫ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ കറക്റ്റ് പാഡിങ്ങിൽ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് സ്പാനിൻ്റെ അലൈൻമെൻറ്റ് ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് സെൻറ്റർ ആക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റിൽ അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ അലൈനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ സ്ക്രോൾ ബാർ മൊത്തം സ്ക്രീനിന് കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ആ കണ്ടൻറ്റിൻ്റെ ഏരിയയിലേക്ക് മാത്രമായിട്ട് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറി തൊട്ട് നമ്മുടെ എൻഡ് വരെയുള്ള സെക്ഷൻസ് നമ്മളൊരു ടിപ്പ് ടാഗിൽ റാപ്പ് ചെയ്യുക. എന്നിട്ട് അതിനൊരു ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കാം. അതിൽ ഹൈറ്റ് നമ്മൾ ഒരു കാൽക്ക് ഫങ്ഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. 100% മൈനസ് 200 പിക്സൽ. പിന്നെ നമുക്ക് ഓവർഫ്ലോ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രോൾ ബാർ നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്ഷനിലേക്ക് വരും. പിന്നെ വേണ്ടത് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് നമ്മൾ റെസിപ്പി ഡീറ്റെയിൽസിൽ നമ്മൾ നേരത്തെ സമ്മറി ചെയ്ത സെയിം അപ്രോച്ചിൽ തന്നെ പി ടാഗ് എഴുതുക. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ഡോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റെസിപ്പി ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഡൗണിൽ വരും. അപ്പോൾ അതിന് സെയിം നമ്മുടെ സമ്മറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെയിം സ്റ്റൈല് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സാമ്പിൾ JSON വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആക്ച്വലി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കമൻറ്റ് ചെയ്തൊക്കെ അൺകമൻറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് റെസിപ്പി നമുക്ക് ക്ലിക്കിനനുസരിച്ച് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം ഇറ്റാലിയൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ റെസിപ്പി ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നു. അപ്പോൾ ഇന്ത്യൻ കുസിൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചില സ്ഥലത്തൊക്കെയും ഇമേജ് ബ്രോക്കൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ APIയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിലിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആപ്പിൽ പോയിട്ട് ഇപ്പോൾ ഒരു റെസിപ്പി കാണിക്കണ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു 10 വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇറ്റാലിയൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 10 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, സമ്മറി, ഇൻഗ്രീഡിയൻസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മളൊന്ന് വേറെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റിഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു സ്ക്രീനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ റെസിപ്പി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെസിപ്പി സൈറ്റിൻ്റെ ഈ ഒരു സീരീസ് ഈ ഒരു വീഡിയോയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിയാക്റ്റിനെ കുറിച്ചിട്ട് സ്റ്റേറ്റ്, പ്രോപ്സ്, ഹുക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് APIനെ കോൾ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് എങ്ങനെ പാസ് ചെയ്യുക, CSS എങ്ങനെ ചെയ്യാം, സ്റ്റൈലിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു സെക്ഷനായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ താങ്ക്സ്.